നമസ്കാരം. പ്രധാന വാർത്തകൾ. 4 വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമമെന്ന് കുട്ടിയുടെ മാതാവ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയുടെ നാവിന് വേദനയുണ്ട്. കേസുമായി മുന്നോട്ടു പോകുമെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ടെന്ന നിലപാടിൽ ആരോഗ്യവകുപ്പ്. ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിനെ രാജ്യം വിടാൻ പോലീസ് ഒത്താശ. ബംഗളൂരുവിൽ എത്താനുള്ള സുരക്ഷിത മാർഗം പറഞ്ഞുകൊടുത്തത് പന്തീരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരൻ. രാഹുലിനായി റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ നീക്കം. മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും മഴ ശക്തമാകും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട്. ഇന്ന് 3 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും 9 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും. തീര മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. സോളാർ സമരം ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട ആരോപണം തള്ളി NK പ്രേമചന്ദ്രൻ. സമരം അവസാനിപ്പിക്കാൻ ആരും ചുമതലപ്പെടുത്തിയില്ലെന്ന് വിശദീകരണം. സമരം അവസാനിപ്പിച്ചത് അറിയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച്. വീക്ഷണ മുഖപ്രസംഗത്തിനെതിരെ കേരള കോൺഗ്രസ് M മുഖപത്രം പ്രതിച്ഛായ. ആത്മാഭിമാനമുള്ള ആരും UDF-ലേക്ക് തിരികെ പോകില്ലെന്നും പ്രതിച്ഛായ മുഖപ്രസംഗം. വായ്പെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കം പ്രതിസന്ധിയിൽ. കേന്ദ്രാനുമതി വൈകുന്നത് സാമ്പത്തിക ഞെരുക്കം കൂട്ടുന്നു. പെൻഷൻ വിതരണം ഉൾപ്പെടെ അവതാളത്തിലാകും. IPL-ൽ ഇന്ന് ബംഗളൂരു ചെന്നൈ പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരുവിൽ. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഇരു ടീമിനും ജയം അനിവാര്യം. മുസ്ലിം നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. ജനവിരുദ്ധ നയങ്ങളും ഈ ഭരണം കൊണ്ട്